കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഒതുക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. എക്സൈസ് ക്രൈംബ്രാഞ്ചിനെ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി. തൃശൂർ എക്സൈസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ 31ാം ബാച്ച് സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 13ാം ബാച്ച് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി മാർച്ച് മാസത്തിൽ മാത്രം 14,000-ഓളം റെയ്ഡാണ് എക്സൈസ് ഒറ്റയ്ക്കും സംയുക്തമായും നടത്തിയിട്ടുള്ളത്. 1.17 ലക്ഷം വാഹന പരിശോധനകൾ ഒരു മാസത്തിനകം കേരള എക്സൈസ് നടത്തിയതായും മന്ത്രി പറഞ്ഞു. മുൻകാലത്തേക്കാൾ ലഹരി ഉപയോഗം, പ്രത്യേകിച്ച് രാസലഹരിയുടെ ഉപയോഗം കൂടിയിട്ടുണ്ട് എന്നത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അത് കൂടിയിട്ടുണ്ട് എന്നതിനർത്ഥം കേരളം നമ്പർ 1 ആണതിലെന്നല്ല, വസ്തുതാവിരുദ്ധമായ പരാമർശമാണ്. പക്ഷേ കേരളം താരതമ്യേന ഇന്ത്യയിൽ ഉപഭോഗത്തിൽ കുറവാണ് എന്നത് കണ്ട് ആശ്വസിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. അത് ആശ്വസിക്കേണ്ട കാര്യമല്ല. നമ്മുടെ നാട്ടിൽ ഗണ്യമായിട്ട് ഉപയോഗം കൂടിയിട്ടുണ്ട്, ലോകത്താകെ കൂടിയിട്ടുണ്ട്, രാജ്യത്ത് കൂടിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഗണ്യമായി ഉപയോഗം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുക തന്നെ ചെയ്യും എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട്. അതനുസരിച്ചാണ് കേരള എക്സൈസ് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3000-ലധികം പേരെ അറസ്റ്റ് ചെയ്തു, 10,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ എക്സൈസ് കേസുകളിൽ ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്ക് മന്ത്രി പുരസ്കാര വിതരണം ചെയ്തു. എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ കെ പ്രദീപ് കുമാർ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ തൃശൂർ ഡെപ്യൂട്ടി മേയർ എം.എൽ. റോസി, വാർഡ് കൗൺസിലർ സാറാമ റോബ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.